ടു രഞ്ജു അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഈ ടോയ്സ് ഒക്കെ കറക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ? ആക്ച്വലി ഇങ്ങനെയൊക്കെ ഈ ടോയ്സ് ഹെസമോൾക്ക് മേടിച്ചു കൊടുക്കുന്നതും ഹെസമോൾ ഇത് വെച്ച് കളിക്കുന്നത് കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഹാപ്പി ആട്ടോ, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെൻ്റ് എന്ന് തന്നെ പറയാം. പക്ഷെ അതൊരു ദൈവാനുഗ്രഹം കൂടിയാട്ടോ. നമുക്കൊരു കുഞ്ഞിനെ തരിക, അതിനെ വളർത്തി മുമ്പോട്ട് പോവുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വളരെ സന്തോഷവും ദൈവത്തിൻ്റെ ദാനവും ദൈവത്തിൻ്റെ അനുഗ്രഹവും എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന കപ്പിളിലാണോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? കൺസീവ് ആകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാർ നമ്മൾ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാകണം. നമ്മൾ പരസ്പരം മനസ്സിലാക്കണം. ആദ്യം തന്നെ അവരെന്താണ്, ഹസ്ബൻഡ് എന്താണ്, വൈഫ് എന്താണ്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള നല്ലൊരു ബോണ്ടിങ് ഉണ്ടായതിന് ശേഷം മാത്രം കൺസീവ് ആകാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നത് തന്നെ പറയാം. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1-2 മാസങ്ങൾ അല്ലെങ്കിൽ 1 വർഷമൊക്കെ ആകാറാകുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പൊതുവായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, എന്താണ് കുട്ടികളില്ലേ, എന്താണ് പ്രശ്നം, എന്താണ് ഡിലേ ആയത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാം. പക്ഷേ അതിലൊന്നും പ്രശ്നമില്ല, അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. പിന്നെ 1 വർഷം എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് കൺസീവ് ആകാൻ വേണ്ടി ശ്രമിച്ചിട്ടും ആകുന്നില്ലാത്ത കപ്പിൾസ് ആണെങ്കിൽ ആദ്യമായി തന്നെ നമ്മൾ നല്ല ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. കാരണം പ്രഗ്നൻസിക്ക് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീയിൽ തന്നെയാണ്. അപ്പം നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം എന്താണ് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഒട്ടനവധി കാരണങ്ങൾ ഉണ്ട് നമ്മളൊരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഡിലേ ആകുന്ന അല്ലെങ്കിൽ അബോർഷൻ വരാനുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മെയിനായിട്ട് തന്നെ നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിയുമ്പോൾ മെയിനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്തെങ്കിലും ബ്ലഡ് റിലേറ്റഡ് ഡിസീസ് ആണോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്നുള്ള നമുക്ക് മനസ്സിലാക്കാം. തൈറോയിഡ്, ഡയബറ്റിക് ഡിസീസ് ഉണ്ടോ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോവുകയും അത് കൺട്രോൾ ചെയ്ത് അത് ഇല്ലാതാക്കുകയും പിന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള ഒരു അവസരം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് അൾട്രാസൗണ്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. സ്ത്രീക്ക് യൂട്രസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അബ്ഡമന് അതായത് നമ്മുടെ വയറ്റിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അൾട്രാസൗണ്ടിലൂടെ ഈ അൾട്രാസൗണ്ടിലൂടെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യൂട്രസിൻ്റെ ഡിസീസ് കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ എൻഡോമെട്രിയൽ തിക്നെസ്, ഫൈബ്രോയിഡ്, അതുപോലെ ഇന്ന് നമുക്ക് കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ PCOD. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മളുടെ ഫുഡ് ഇൻടേക്കിൻ്റെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഇൻടേക്ക് കാരണം ഒട്ടനവധി ആൾക്കാർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 95% ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് PCOD. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളാൽ നമ്മളുടെ പ്രഗ്നൻസി ഡിലേ ആകുന്നതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമ്മളൊരു കൺസീവ് ആകാൻ വേണ്ടി ട്രൈ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കുക, നമ്മൾക്ക് സ്ട്രെസ് റിലീവായിട്ടിരിക്കണം. എപ്പോഴും നമ്മൾ സ്ട്രെസ് അടിച്ചിട്ടുണ്ടെങ്കിൽ, ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രഗ്നൻസിനെ ബാധിക്കുന്നതാണ്. അതിനാൽ ആദ്യം തന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.